അവസാന ഷോട്ട് എടുത്ത ശേഷം ബീജിംഗിലെ ഹാളിൽ നിൽക്കുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുകയായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു ആ ഷോട്ട് ചരിത്രത്തിലേക്കുള്ളതായിരുന്നു. 2008 ബീജിംഗ് ഒളിമ്പിക്സ് 10 മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യയുടെ അഭിനവ് ബിന്ദ്ര അവസാന ഷോട്ട് എടുത്ത് മടങ്ങുമ്പോൾ സ്ക്രീനിൽ 10.8 എന്ന ഓൾമോസ്റ്റ് നിയർ പെർഫെക്റ്റ് സ്കോർ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു. പിന്നീട് 120 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ ആദ്യ വ്യക്തിഗത സ്വർണ്ണ മെഡൽ സ്വീകരിച്ച് അദ്ദേഹം പോഡിയത്തിൽ നിൽക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ദേശീയഗാനം ഒഴുകുന്നുണ്ടായിരുന്നു. എനിക്കുറപ്പാണ്, മനസ്സുകൊണ്ടെങ്കിലും ഓരോ ഇന്ത്യക്കാരനും ഒരു നിമിഷത്തേക്കെങ്കിലും അന്ന് ബിന്ദ്രയോടൊപ്പം ആ പോഡിയത്തിലേറിയിരുന്നു. പിന്നീട് അതുപോലൊരു നിമിഷം ഉണ്ടാകുന്നത് 12 വർഷങ്ങൾക്കിപ്പുറമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ തന്റെ രണ്ടാമത്തെ ജാവലിൻ 87.58 മീറ്റർ ദൂരത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നീരജിന് അറിയാമായിരുന്നിരിക്കണം ആ ത്രോ തങ്കത്തിലേക്കുള്ളതാണെന്ന്. അന്ന് നീരജ് പോഡിയത്തിലേറുമ്പോഴും പശ്ചാത്തലത്തിൽ ദേശീയഗാനം ഒഴുങ്ങുമ്പോഴും ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഒളിമ്പിക്സ് അങ്ങനെയാണ്. ഒരു നേട്ടം കൊണ്ട് ചിലർ രാജ്യത്തിന്റെ എല്ലാമാകും. ഒരു പിഴവ് കൊണ്ട് ചിലർ വിസ്മൃതിയിലാകും. വീണ്ടും ഒരു ഒളിമ്പിക്സ് കാലം തുടങ്ങുകയാണ്. പാരീസിലെ ഇന്ത്യൻ പ്രതീക്ഷകൾ എന്താണെന്ന് നോക്കാം. $329 മെഡലുകൾക്കായി 200-ലേറെ രാജ്യങ്ങളിൽ നിന്നായി 10,000-ൽ പരം കായിക താരങ്ങളാണ് പാരീസിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 144 കോടിയിലേറെ ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തെ ഇത്തവണ ഒളിമ്പിക്സിൽ പ്രതിനിധീകരിക്കുന്നത് 117 പേരാണ്. രാജ്യത്തിന്റെ ഒളിമ്പിക് ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ സംഘമാണിത്. ടോക്കിയോയിൽ 121 പേർ ഇന്ത്യൻ കണ്ടീജന്റിലുണ്ടായിരുന്നു. ഇന്ത്യൻ സംഘത്തിലെ 72 പേർ പുതുമുഖങ്ങളാണെന്നതാണ് വലിയൊരു പ്രത്യേകത. 69 മെഡലുകൾക്കായി 16 ഇവന്റുകളിലാണ് ഇത്തവണ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കുന്നത്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ് മുതൽ 1980 മോസ്കോ ഒളിമ്പിക്സ് വരെ ഇന്ത്യക്ക് 8 സ്വർണ്ണങ്ങൾ സമ്മാനിച്ച ഹോക്കി ടീമിന്റെ പ്രതാപകാലത്തിനു ശേഷം ഇന്ത്യൻ കായിക ചരിത്രത്തിലെ 2 സുപ്രധാന വഴിത്തിരിവുകളായിരുന്നു ബിന്ദ്രയുടെയും നീരജിന്റെയും നേട്ടങ്ങൾ. ആ നേട്ടങ്ങൾ വ്യക്തിഗതമല്ലെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടരുത്. കാരണം അത് ഇന്ത്യയിലെ കായിക മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ ചില്ലറയല്ല. 470 കോടി രൂപയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഒരുങ്ങാൻ ടീം ഇന്ത്യക്കായി ഇത്തവണ കേന്ദ്രം നൽകിയത്. അതിൽ 96 കോടിയോളം അത്ലറ്റിക്സിന് മാത്രമാണ്. ഇതിന്റെ 4/1 പോലും കഴിഞ്ഞ ഒളിമ്പിക് സൈക്കിളിൽ അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നത് നീരജിന്റെ നേട്ടത്തിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അതിനാൽ തന്നെ 29 പേരടങ്ങുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ലറ്റിക്സ് സ്ക്വാഡിനെയാണ് ഇന്ത്യ പാരീസിലേക്ക് അയച്ചിരിക്കുന്നത്. ജാവലിനിൽ നീരജ്, ബാഡ്മിന്റണിൽ PV സിന്ധു, ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനു, ബോക്സിംഗിൽ നികാസ് സരീൻ, പുരുഷ ഹോക്കി ടീം ഇവരിൽ നിന്ന് ഇന്ത്യ സ്വർണ്ണത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നേയില്ല. ദീപിക കുമാരി നയിക്കുന്ന അമ്പെയ്ത്ത് ടീമിലും മനു ഭേഗർ ഉൾപ്പെട്ട 21 ഷൂട്ടിംഗ് സ്ക്വാഡിലും മണികാ ബത്രയും ശരത് കമാലും ഉൾപ്പെട്ട ടേബിൾ ടെന്നീസ് സ്ക്വാഡിലും ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷയുണ്ട്. ബാഡ്മിന്റൺ വ്യക്തിഗത റൗണ്ടിൽ HS പ്രണോയും ലക്ഷ്യ സെന്നും, ഡബിൾസിൽ സാത്വിക് ചിരാഗ് ഷെട്ടി, അശ്വിനി തനിഷ് സഖ്യങ്ങൾ നേട്ടമുണ്ടാക്കുമെന്നും ഇന്ത്യ വിശ്വസിക്കുന്നു. ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി സർപ്രൈസ് മുന്നേറ്റങ്ങൾ നടത്താൻ സാധ്യതയുള്ളവരെ കുറിച്ചാണ്. ഗോൾഫിൽ അതിഥി അശോക്, ടെന്നീസിൽ സുമിത് നാഗൽ, ഇക്വിസ്ട്രിയനിൽ അനുഷ്, ഗുസ്തിയിൽ നിഷ ദഹിയ, സ്റ്റീപ്പിൾ ചേസിൽ പാറുൽ ചൗധരി, 4x400 പുരുഷ റിലേ, റോവിംഗ് സെയിലിംഗ് ടീമുകൾ എന്നിവരിലും ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷകളുണ്ട്. പാരീസ് മുതൽ വീണ്ടും ഒരു പാരീസ് ഒളിമ്പിക്സ് വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കഴിഞ്ഞ ഒളിമ്പിക്സിലേതായിരുന്നു. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം ഉൾപ്പെടെ 7 മെഡലുകളാണ് ഇന്ത്യ ടോക്കിയോയിൽ നേടിയത്. 4 ദശകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷിംഗ് ആയിരുന്നു ടോക്കിയോയിലെ ഇന്ത്യയുടെ 48ാം സ്ഥാനം. ടോക്കിയോയിൽ നിന്ന് പാരീസിലെത്തുമ്പോൾ അതിനേക്കാൾ മികച്ചൊരു പ്രകടനമല്ലാതെ മറ്റൊന്നും ഇന്ത്യ സ്വപ്നം കാണുന്നുമില്ല. KD ജാദവും കർണം മല്ലേശ്വരിയും മുതൽ PV സിന്ധുവിലും നീരജ് ചോപ്രയിലും എത്തി നിൽക്കുന്ന നമ്മുടെ ഒളിമ്പിക് നേട്ടങ്ങളുടെ പട്ടിക ഉറപ്പായും വലുതാവുകയാണ്. ഓഗസ്റ്റ് 11-ന് കായിക ലോകത്തെ മഹോത്സവത്തിന് കൊടിയിറങ്ങുമ്പോൾ ഈ ഫലോളം തലപ്പൊക്കത്തിൽ നിൽക്കട്ടെ നമ്മുടെ നേട്ടം. ആശംസകൾ ടീം ഇന്ത്യ.